Good morning. This is a continuation to the previous class and continuation to the introduction to the poem Auto Autumn, and we were discussing about the poet John Keats. Keats was a romantic poet. Romanticism, a movement said to have begun with the publication of lyrical ballads by William Wordsworth and Samuel Taylor Coleridge in 1798, is defined as a principled protest against classicism. So look at page number 11. So as you know, John Keats was an English romantic poet, and romanticism it's a movement in arts and literature that originated in 18th century, that emphasizing inspiration, subjectivity and primacy of individual. Anyway, so this movement started with the publication of lyrical ballads written by Wordsworth and Samuel Taylor Coleridge in 1798. And this movement's romanticism is a principled protest against classicism. So romanticism എന്ന് പറയുമ്പോൾ അതൊരു മൂവ്മെൻ്റാണ്, ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ അത് 18th സെഞ്ച്വറിയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. അത് തുടങ്ങുന്നത് കോളറിജിൻ്റെയും വേർഡ്സ്വർത്തിൻ്റെയും ലിറിക്കൽ ബാലഡ്സ് എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്യുന്നതിലൂടെയാണിത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് റൊമാൻറ്റിക് പീരീഡ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം. അപ്പോൾ ഇവർ പബ്ലിഷ് ചെയ്യുന്നത് 1798 ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്യുന്നത്. ആരൊക്കെ? വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോളറിജും. പക്ഷേ ഈ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രൊട്ടസ്റ്റാണ് എഗെയിൻസ്റ്റ് ക്ലാസിസിസം. ക്ലാസിക് പീരീഡിന് എതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണ് romanticism. Okay, so romanticism is a movement which is a principled protest against classicism. So what is classicism? Classicism എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The following of traditional and long established theories or rules. So ഈ ക്ലാസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോവിങ് ഓഫ് ട്രഡീഷണൽ ആൻഡ് ഓർ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് തിയറീസ് ഓർ സ്റ്റൈൽസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ക്ലാസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാചീനമായിട്ടുണ്ടായിരുന്ന പല തിയറീസ്, സിദ്ധാന്തങ്ങൾ, അല്ലെങ്കിൽ പ്രാചീനമായിട്ട് ഫോളോ ചെയ്തിരുന്ന പല സ്റ്റൈൽസ് ഉണ്ടല്ലോ, എഴുത്തിലും മറ്റും റൈറ്റിങ്ങിനും ഓരോ സ്റ്റൈൽസ് ഉണ്ടാവും. അപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ക്ലാസിസിസം. പ്രാചീനമായിട്ടുള്ള രീതികൾ തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു പീരീഡാണ് ക്ലാസിസിസം. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തതയാണ് റൊമാൻറ്റിസിസത്തിൽ വന്നപ്പോൾ ഉണ്ടായത്, എഴുത്തിൽ അല്ലെങ്കിൽ കല, ഇൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള ചേഞ്ച്. ഇപ്പോൾ ക്ലാസിസം എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ അല്ലെങ്കിൽ എന്താ പറയുക റിലീജിയൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു ക്ലാസിക് പീരീഡ് ഉണ്ടായിരുന്നത്. പക്ഷേ റൊമാൻറ്റിക് പീരീഡിൽ വന്നപ്പോൾ അതിൽ വന്ന ചേഞ്ച് ഉണ്ടായത്. റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ പറയുക, നമ്മുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, സബ്ജക്റ്റീവ് വേൾഡാണ് റൊമാൻറ്റിസിസം. അപ്പോൾ അതുപോലെ ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സോള്, അതുപോലെ അങ്ങനെ നമ്മുടെ ലോങ്ങിങ് ഉണ്ടല്ലോ, ഡിസയർസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ ഇൻസ്പിരേഷൻ, നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് റൊമാൻറ്റിക് പീരീഡിൽ വരുന്നത്. Though 1798 is considered the year that inaugurated Romanticism, romantic strains were visible in the poetry of William Blake, published a decade prior to lyrical ballads. So അപ്പോൾ റൊമാൻറ്റിക് പീരീഡ് ഇനാഗുറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിസിസം ഇനാഗുറേറ്റ് ചെയ്ത ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1798 ആണല്ലോ. എങ്കിൽ പോലും അതിൻ്റെ മുമ്പ് വില്യം ബ്ലേക്കിൻ്റെ ഈ ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തല്ലോ, അതിൻ്റെ മുമ്പ്, അതിൻ്റെ ഒരു 10 വർഷമൊക്കെ മുമ്പ് വില്യം ബ്ലേക്കിൻ്റെ പോയട്രിയിൽ റൊമാൻറ്റിക് സ്ട്രെയിൻസ് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലിറിക്കൽ ബാലഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1798 ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിഷ് ചെയ്യുന്നത്. അതോടുകൂടെയാണ് റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലിറിക്കൽ ബാലഡ്സും വരുന്നതിന് മുമ്പ്, അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വില്യം ബ്ലേക്കിൻ്റെ പോയട്രിയിൽ റൊമാൻറ്റിക് സ്ട്രെയിൻസ് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. Romanticism is a kind of liberalism brought into literature following the ideals of French Revolution such as liberty, equality and fraternity. So റൊമാൻറ്റിക് പീരീഡിൽ വന്നപ്പോൾ അതിൽ ഒരുപാട് ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ
ഒരുപാട് എന്താ പറയുക ഉദാരവൽക്കരണം എന്നൊക്കെ പറയില്ല, ലിബറലിസം, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഫ്രീഡം ഓഫ് തോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിറ്ററേച്ചറിലേക്ക് മാറ്റം വന്നു, ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ, റൈറ്റിങ്ങിൻ്റെ സ്റ്റൈലും മാറ്റും. അപ്പോൾ അത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കുറച്ച് ഐഡിയൽസ് ഉണ്ടല്ലോ, തത്വങ്ങൾ, അതായത് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഉദാരവൽക്കരണം, ഈ പിന്നെ സമത്വം, സാഹോദര്യം, എന്താ പറയുക, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഐഡിയൽസാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലിബറലിസമാണ് റൊമാൻറ്റിക് പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ ലിറ്ററേച്ചർ. Though generally critical of Enlightenment tradition and rationalism, the Romantic revival shares with Enlightenment an intense focus on the powers of human mind. അപ്പോൾ ഈ റൊമാൻറ്റിക് പീരീഡിൽ ഹ്യൂമൻ മൈൻഡിൻ്റെ പല കഴിവുകളെയും, അതായത് നമ്മുടെ തിങ്കിങ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് എൻലൈറ്റൻമെൻറ്റ് പീരീഡിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താ പറയുക, എൻലൈറ്റൻമെൻറ്റ് റാഷണലിസത്തിന് ക്രിറ്റിക്കലാണ് ഈ റൊമാൻറ്റിക് പീരീഡ്. അതിന് കുറച്ച് ക്രിറ്റിക്കലായിട്ട് നിൽക്കുന്ന ഒരു പീരീഡാണ് റൊമാൻറ്റിസിസം. പക്ഷേ എങ്കിൽ പോലും ഈ റൊമാൻറ്റിക് പീരീഡിലും എൻലൈറ്റൻമെൻറ്റിൻ്റെ ചില ഹ്യൂമൻ മൈൻഡിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എൻലൈറ്റൻമെൻറ്റ് റാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? റാഷണലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ബേസ്ഡ് ഓൺ റീസൺ ഓർ ലോജിക്, അതാണ് റാഷണലിസം എന്ന് പറയുമ്പോൾ അതാണല്ലോ. അപ്പോൾ റാഷണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പീലിംഗ് ടു റീസൺ ഓർ ലോജിക് ആസ് എ സോഴ്സ് ഓഫ് നോളജ് ഓർ ജസ്റ്റിഫിക്കേഷൻ. ഒരു കാര്യം ജസ്റ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു നോളജിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ലോജിക്കാണ് ഒരു കാര്യത്തിൻ്റെ ഒരു നോളജിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യം ജസ്റ്റിഫൈ ചെയ്യാനുള്ള സോഴ്സ്. അങ്ങനെ കാണുന്നതിനാണ് റേഷണലിസം എന്ന് പറയുന്നത്. റേഷണലിസത്തിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കായിരിക്കും. എൻലൈറ്റൻമെൻറ്റ് പറയുമ്പോൾ ഇറ്റ്സ് എ പീരീഡ്, എന്താണ്, ഇറ്റ്സ് എൻ ഏജ് ഓഫ് റീസൺ. And Enlightenment was an intellectual philosophical movement that dominated the world of ideas in Europe during 17th and 18th century. So Enlightenment എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഏജ് ഓഫ് റീസൺ എന്നാണ് അത് അറിയപ്പെടുന്നത്. കാരണം ഇറ്റ് വാസ് എൻ ഇൻ്റലക്ച്വൽ ആൻഡ് philosophical movement that dominated the world of ideas of Europe during 17th and 18th century. അപ്പോൾ 17-18 ആ ഒരു സെഞ്ച്വറീൻ്റെ ഇടയ്ക്ക് യൂറോപ്പിലുണ്ടായിരുന്ന ഐഡിയ, അല്ലെങ്കിൽ ആ യൂറോപ്പിൽ നിലനിന്നിരുന്ന ലിറ്ററേച്ചറിനെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ മൂവ്മെൻറ്റാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുമ്പോൾ. ദാറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഇൻ 18th century that stressed the belief that science and logic gave people more understanding than tradition and religion. അപ്പോൾ ക്ലാസിക് പീരീഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പ്രാചീനമായിട്ടുള്ള അതേ തിയറീസൊക്കെ ഫോളോ ചെയ്ത് വരുന്നതാണ് ക്ലാസിക് പീരീഡ്. റൊമാൻറ്റിക് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഈ എൻലൈറ്റൻമെൻറ്റ്, റാഷണലിസം എന്നൊക്കെ പറയുമ്പോൾ, എൻലൈറ്റൻമെൻറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഇൻ 18th century that stressed the belief that science and logic give people more understanding than tradition and religion. അപ്പോൾ പാരമ്പര്യം അല്ലെങ്കിൽ മതം അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് തരുന്നതിനേക്കാൾ മനുഷ്യനെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് തരുന്നത് സയൻസും ലോജിക്കും ആണെന്നാണ് എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് പറയുന്നത്. എൻലൈറ്റൻമെൻറ്റ് മൂവ്മെൻറ്റ് സ്ട്രെസ് ചെയ്യുന്ന ഇതെന്താ വെച്ചാൽ സയൻസും ലോജിക്കുമാണ് ജനങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്നത്.